സോ ഇന്നൊരു സൺഡേ ആണ്. സോ അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നോർമൽ റൂട്ടീൻ സ്റ്റഫൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ലൈക്ക് എന്താണ്, പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നോർമലായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താണ് ക്യാമറ ഓൺ ചെയ്തു ചെയ്യണം തോന്നി. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടോപ്പിക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ കാരണം ജസ്റ്റ് കൺവേ ചെയ്യണമെന്ന് തോന്നി. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനൊന്നുമില്ല, ഒരു 2-3 പേര് കണ്ടു കഴിഞ്ഞാലും അത് തന്നെ എൻ്റെ ഒരു വീഡിയോയുടെ സക്സസ് ആണ്. ജസ്റ്റ് ഒരു 5 ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഒരു 5 ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെൻ്റെ ഈ ചെയ്യുന്ന വീഡിയോയുടെ ഏറ്റവും വലിയ സക്സസ് ആണ്. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, why money defines value more in today's society. അതായത് പൈസ ഉണ്ടെങ്കിൽ മാത്രം വാല്യൂ കിട്ടുള്ളൂ ഈ ഒരു ലോകത്ത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലേ വാല്യൂ ഉണ്ടാവുള്ളൂ. ഈവൻ ഇൻ ഫാമിലിയിലായി കഴിഞ്ഞാലും പുറത്തായി കഴിഞ്ഞാലും മണി ഉണ്ടോ അവിടെ ഹാപ്പിനെസ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അവിടെ വാല്യൂ ഉണ്ട് എന്നീ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ കയ്യിൽ മണി വേണം. സോ മണി ഉണ്ടോ അവിടെ വാല്യൂ ഉണ്ട്, അത് എവിടെ ആയി കഴിഞ്ഞാൽ. സോ ഈ ഒരു മണി എന്ന് വെച്ചൊരു സാധനം ഒരു ടൂളല്ല. ബേസിക്കലി ഇൻ ടുഡേഴ്സ് വേൾഡ് ഒരു ടൂളല്ല, അതൊരു സിമ്പിൾ ഓഫ് പവറാണ്, റെസ്പെക്ട്. ഈവൻ ലവിലും മണി മേക്സ് എ ബിഗ് റോൾ ഇൻ കറണ്ട് വേൾഡ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ഒരു ഒബ്സർവേഷൻസും കാര്യങ്ങളും. നമ്മുടെ ലൈഫിൽ ഓരോ ഇയർ വൈസ് മുന്നോട്ട് പോകും തോറും നമ്മൾ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ആൾക്കാരുണ്ടാകുന്ന ബിഹേവിയറൽ പാറ്റേൺസ് നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനെ വെച്ച് കാണുമ്പോൾ എനിക്ക് കുറച്ചായി തോന്നിയിട്ടുള്ളതാണ്, മണി ഡിഫൈൻസ് വാല്യൂ ആൻഡ് മച്ച് മോർ തിങ്സ് ഇൻ ദിസ് വേൾഡ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും മണി ബ്രിങ്സ് ഹാപ്പിനെസ് ആൻഡ് വാല്യൂ ഇൻ സൊസൈറ്റി. ബട്ട് ഹെൽത്ത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു. ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം ഉണ്ടാവുള്ളൂ. ബട്ട് ഹെൽത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും മണി ഉണ്ടെങ്കിൽ എല്ലാം വി വിൽ ഹാവ് എ ഗുഡ് ഹാപ്പി ലൈഫ് ഇൻ ദി സൊസൈറ്റി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇൻ ഫാമിലീസ് ഓൾസോ, നമ്മളെ ഫാമിലിയിലായി കഴിഞ്ഞാൽ ഈവൻ ഒരു വലിയൊരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ റിയലി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഹാവിങ് എ ഗുഡ് മണി ഫാമിലിയും ഒരു നോർമൽ മണിയുള്ള ഫാമിലിയും. ഈവൻ ദ ഫാമിലി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെഗ്രിഗേറ്റ് ചെയ്യും. റിച്ച് പീപ്പിൾസിന് അവർ വലുതായിട്ട് വാല്യൂ കൊടുക്കും. ഈവൻ അവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും, ലോയൽ അല്ലെങ്കിലും ഡിസ്ഹോണസ്റ്റ് ആണെങ്കിലും, ഈവൻ അവരുടെ കയ്യിൽ ഹെവി പൈസ ഉണ്ടെങ്കിൽ ദേ ഗെറ്റ് വാല്യൂഡ് മച്ച് മോർ ദാൻ ദ പീപ്പിൾ ഹു ആർ ഓപ്പൺ കൈൻഡ് ഹാർട്ടഡ് ബട്ട് അവരുടെ കയ്യിൽ മണിയില്ല. സോ അവർക്ക് വാല്യൂ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാരണം തന്നെയാണ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഒരു വാല്യൂ ആയി കഴിഞ്ഞാലും റെസ്പെക്റ്റ് ആയി കഴിഞ്ഞാലും ഹാപ്പിനെസ് ഉണ്ടെങ്കിലും മണി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ്. പക്ഷേ മണി മേ ഓപ്പൺ ഡോർസ് ബട്ട് ലവ്, ലോയാലിറ്റി, കൈൻഡ്നെസ് ബിൽഡ് ഹോംസ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ ട്രൂ ആയിരിക്കണം, വളരെ റിയൽ ആയിരിക്കണം. ഒരിക്കലും നമ്മൾ സെൽഫിഷ് ആവരുത്. പക്ഷെ ഇതൊക്കെ ഒരു മെസ്സേജാണ്, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റിയ വേൾഡിന് നല്ലത് അത് ചെയ്യുക. മണി ഒരിക്കലും നമ്മളെ കണ്ണിനെ ബ്ലൈൻഡ് ആക്കി. ദാറ്റ്സ് എ സ്മോൾ മെസ്സേജ് ഈ വീഡിയോനെ ഉദ്ദേശിക്കുന്നത്. ബൈ ഗൈസ്.